മക്കളെ, നമ്മൾ അടുത്തായിട്ടൊരു ചെറിയ പ്രൂഫാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും വളരെ സിമ്പിളാണ്. സാർ പെട്ടെന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് വായിക്കണം. പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സിലൂടെ സർക്കിൾ വരയ്ക്കുന്നു. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ. നമുക്ക് ആദ്യം അതങ്ങ് വരച്ചേക്കാം, എന്നിട്ട് ബാക്കി വായിച്ചു നോക്കാം. പെട്ടെന്ന് പിടി കിട്ടും. നമുക്ക് ആദ്യമേ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ എ ബി സി, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പം നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു എ സി, എ ബി ഈസ് ഈക്വൽ ടു എ സി. റീസൺ എന്താ? റീസൺ വളരെ സിമ്പിളാണ്. അത് ഐസോസെലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു വൈ, ഈ രണ്ട് ആംഗിളും ഈക്വലാണ്. ഇത്രയും കാര്യം നമുക്ക് പിടികിട്ടി. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് രണ്ട് സൈഡുകൾ ഈക്വലാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി അവരെന്താ പറഞ്ഞേക്കണത്? സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ. സാറിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത് മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ ഈക്വൽ സൈഡ് എ ബി എ സി, ഈക്വൽ സൈഡിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വ്യാസമാക്കിക്കൊണ്ട് വരയ്ക്കുന്ന രണ്ട് സർക്കിൾ നോക്കിയേ. ഇത് ഒരു സർക്കിള് എ ബിയെ ഡയമീറ്റർ ആക്കി, അടുത്തത് എ സിയെ ഡയമീറ്റർ ആക്കി വേറൊരു സർക്കിളും വരച്ചു. ഇപ്പം നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആദ്യം മുതൽ ഒന്ന് നോക്കിയിട്ട് മുഴുവനായിട്ട് നോക്കാം. കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലാവും. സി, പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് passes through the midpoint of the circle തേർഡ് സൈഡ്. അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കുക. ഇത് നമുക്ക് വളരെ ഈസിയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇത് മധ്യബിന്ദുവാണെന്ന് തെളിയിക്കണം. അതായത് ഈ രണ്ട് സർക്കിളും രണ്ടും ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിലൂടെയാണ് സർക്കിൾ വന്നിരിക്കുന്നത്. ആ കേസിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത്? നമ്മൾ തെളിയിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സർക്കിളും ഈ മധ്യബിന്ദുവിലൂടെ, മൂന്നാമത്തെ സൈഡ് ബി സി ആണ്. അപ്പം ബി സിയുടെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ ഈ എം എന്ന് പറയുന്നത് ബി സിയുടെ മധ്യബിന്ദുവാണെന്ന് കാണിക്കണം. കാരണം നമുക്ക് എമ്മിലൂടെയാണ് ഈ രണ്ട് സർക്കിളും കടന്നു പോകുന്നത്. അപ്പം നമുക്ക് എം എന്ന് പറയുന്നത് ഈ ബി സിയുടെ മധ്യബിന്ദുവാണെന്ന് എങ്ങനെ കാണിക്കും? നമുക്ക് സിമ്പിളായിട്ട് പറയാം, ബി എം ഈസ് ഈക്വൽ ടു എം സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നെന്ന് പറയുമ്പം ബി എം ഈസ് ഈക്വൽ ടു എം സി എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യമേ നമുക്ക് ചെയ്യാവുന്നത്, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സി, പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സാറ് 2-3 പ്രാവശ്യം വായിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കാനായിട്ട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി, ഈ രണ്ട് സൈഡും ഈക്വൽ. കാരണം നമുക്ക് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും ഈക്വലാണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എ സി, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് വന്നു. ഇനി നമുക്ക് ഈ രണ്ട് സർക്കിളും ഈ മൂന്നാമത്തെ സൈഡിൻ്റെ ഈ രണ്ട് സൈഡ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ആ രണ്ട് സൈഡുകളാണ് ഈ രണ്ട് സർക്കിൾസിൻ്റെ ഡയമീറ്റേഴ്സ് ആയിട്ട് വന്നത്, വ്യാസമായിട്ട് വന്നത്.
അപ്പം നമുക്ക് മൂന്നാമത് വന്ന ബി സിയുടെ മധ്യബിന്ദുവിലൂടെ ഈ രണ്ട് സർക്കിളും കടന്നു പോകുന്നു എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കിത് കാണുമ്പോൾ അറിയാം എമ്മിലൂടെ ഇത് കടന്നു പോകുന്നത്. അപ്പം നമുക്ക് എം മധ്യബിന്ദുവാണെന്ന് കാണിക്കണമെങ്കിൽ ബി എം ഈക്വൽ ടു എം സി എന്ന് കാണിക്കണം. നമുക്ക് സിമ്പിളായിട്ട് ഒരു ലൈൻ ഇതേ ഉണ്ടോ, ഈ എ എമ്മിനെ നമുക്കങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് രണ്ട് ട്രയാങ്കിൾ എടുക്കുക. എ എം ബി നമ്മൾ എടുക്കുന്ന ട്രയാങ്കിളും നോക്കിയോണം. എ എം ബി എന്ന ട്രയാങ്കിളും അതുപോലെ തന്നെ എ എം സി ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ഒരു സൈഡും ഒരു ആംഗിളും ഈക്വലാന്ന് കണ്ടു. ഇതേ ഉണ്ടോ, എ എം ഈസ് ഈക്വൽ ടു എ എം, എ എം ഈസ് ഈക്വൽ ടു എ എം, അത് കോമൺ ആണ്. അപ്പം നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എ എം ബിയും എ എം സിയും എടുത്താൽ എ ബി ഈസ് ഈക്വൽ ടു എ സി, എസ് എന്ന് പറയുന്നൊരു കൺക്ലൂഷൻസ് വന്നു. ആംഗിൾ എക്സ് ഈക്വൽ ടു ആംഗിൾ വൈ, ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അപ്പം നമുക്കൊരു ആംഗിളിൻ്റെ കൺക്ലൂഷൻസ് കിട്ടി. എ എം ഈസ് ഈക്വൽ ടു എ എം, രണ്ടും കോമൺ ആണ്, ബ്രാക്കറ്റിൽ കോമൺ എന്ന് പറയണം. അപ്പം നമുക്ക് പറയാം എസ് എ എസ് കൺഗ്രുവൻസ് വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾ കൺഗ്രുവൻ്റ് ആണ്. ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഇത് രണ്ടും കൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ആയിരിക്കും. പക്ഷേ ഈ ബി സി എന്ന് പറയുന്ന ഒരു ലൈൻ ആയതുകൊണ്ട് 1 + 2 90 ആണെന്ന് 180 ആണെന്ന് നമുക്കറിയാം. 1 + 2 180 ആണ്. ഈ രണ്ട് ആംഗിളും കൂടി 180 ആണ്. പക്ഷേ 1 = 2 ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും 90 ആയിരിക്കും. കാരണം 90 + 90 ആണ് 180. ഈ 1ഉം 2ഉം ഈക്വൽ ആവുകയും ചെയ്യണം. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പറയാം, പൈതഗോറസ് തിയറം പറയാം. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി എം സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എം സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ, ബി എം സ്ക്വയർ പ്ലസ് അതുപോലെ എ എം സ്ക്വയർ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിയേ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ, എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ, എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ, എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി എടുക്കുമ്പം, ഇക്വേഷൻ 1ഉം 2ഉം കൂടി എടുക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ എ ബി സ്ക്വയർ എന്ന് പറയുന്നതും എ സി സ്ക്വയർ എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ എം സ്ക്വയർ പ്ലസ് ബി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എം സ്ക്വയർ പ്ലസ് ബി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ, എം സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ എന്ന് പറയാം അല്ലേ? കാരണം നമുക്ക് എ ബി സ്ക്വയറും എ സി സ്ക്വയറും തുല്യമാണ്. കാരണം എ ബിയും എ സിയും ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തുല്യമാണെന്ന് പറയാം. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള എ എം സ്ക്വയർ കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയാം. അല്ലെങ്കിൽ ബി എം ഈസ് ഈക്വൽ ടു എം സി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബി എം ഈസ് ഈക്വൽ ടു എം സി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാർ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ കാരണം നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം നമ്മൾ. അതിനാണ് സാർ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചത്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം കാണണം. എങ്കിലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കളെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം.